നിങ്ങൾ ഈ രാത്രി ഈ ദൂത് ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്കുള്ള ഏകാഗ്രത പോലെ ഏകാഗ്രതയോടെ കേൾക്കണം. ഇന്ന് രാത്രി നിങ്ങളാരും ഇവിടെ ഇരുന്ന് കുടുകുടാ ചിരിക്കണം എന്നല്ല എൻ്റെ കൊതി. നിങ്ങളെ ചിരിപ്പിക്കുന്ന കലാപരിപാടി നടത്താനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ രാത്രി 9 മണി കഴിയുമ്പോൾ ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കവിൾത്തടങ്ങൾ നനഞ്ഞ് നിങ്ങളുടെ കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ദൈവം ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ഒരേ റബ്ബർ തോട്ടത്തിൽ ഒരു മഴ ഒരേ ശക്തിയിൽ പെയ്താൽ അവിടെ ഇരിക്കുന്ന ചിരട്ടകളിലെ വെള്ളത്തിൻ്റെ അളവ് ഒരു നിറവായിരിക്കയില്ല. ചില ചിരട്ട കമിഴ്ന്നിരിക്കും. ഇടിവെട്ടി പെയ്താലും ഒരു തുള്ളി വെള്ളം അതിനകത്ത് കയറില്ല. ചില ചിരട്ട ചരിഞ്ഞിരിക്കും, അതിനത്രയും കൊള്ളും. ചിലത് നെവരയിരിക്കും, അതിൽ തുളുമ്പിക്കൊള്ളും. ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്നതല്ല എൻ്റെ വിഷയം. നിങ്ങളുടെ ഹൃദയം വചനത്തിന് മുൻപിൽ നിവിര തുറന്നു വെച്ചാൽ നിങ്ങളെ നിറയ്ക്കാൻ കഴിവുള്ള ദൈവസാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വാക്കുകൾ അവതരിപ്പിക്കുമ്പോൾ മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ അടിസ്ഥാനപരമായി കർത്താവ് പങ്കുവെച്ചത്. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിലുണ്ട്? ഈ കൊച്ചായുസ് വേഗം തീരും. ചിലരുടെയൊക്കെയും ഭാവം കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഇവിടുന്നെങ്ങും പോകുകയില്ല എന്ന ചിന്തയിലാണ് ഇരിപ്പും പോക്കുമൊക്കെ, അല്ലേ? ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനുമാനിയ യമസ്യാ കരുണാ നാസ്തി ധർമ്മസ്യാ ത്വരിതാഗതി എന്ന പ്രശസ്തമായ സംസ്കൃത ശ്ലോകം പോലെ ക്ഷണം ചിത്തം മനസ്സ് ചാഞ്ചല്യമുള്ളത്, ക്ഷണം വിത്തം പണം പറന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. കാലന് യമന് കരുണ എന്നൊന്നില്ല. മരണം ഏത് സമയത്തും ക്ഷണിക്കാത്ത അതിഥിയെപ്പോലെ നമ്മുടെ അടുക്കലെത്തും. അതുകൊണ്ട് എത്രയും വേഗം, ദൈവത്തിന് സ്തോത്രം, വളരെ ഗൗരവമായി കേൾക്കുക, എത്രയും വേഗം ധർമ്മം പൂർത്തിയാക്കി മോക്ഷം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ രാത്രിയിൽ ഇതേ ദൂത ഞങ്ങൾക്കും പറയാനുള്ളത്. ഏത് സമയത്താണ് മരണം നിന്റെ അടുക്കൽ എത്തുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റില്ല.